ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ്. അതായത് നമ്മൾ PSC എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന കുറച്ച് അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ തൊഴിൽ വീതി വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ PSC നടത്തിയ 2 മാസത്തിനിടെ 24 പരീക്ഷകളിൽ നിന്ന് 109ഓളം ചോദ്യങ്ങൾ ഡിലീഷൻ വന്നിട്ടുണ്ട്. എത്ര ചോദ്യമാണ്? 109 ചോദ്യങ്ങൾ ഒഴിവാക്കി. അതുപോലെ തന്നെ 32 ഉത്തരം തിരുത്തിയിട്ടുണ്ട്. അപ്പം 109ഓളം ചോദ്യങ്ങളൊക്കെ ഡിലീഷൻ വരുമെന്ന് പറയുമ്പോൾ 2 മാസത്തിനിടെ, അതായത് വെറും 24 പരീക്ഷയിൽ നിന്നാണ്. അപ്പോൾ അതിന് PSC ഒരു അപ്ഡേഷൻ നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കുമെന്ന് PSC പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് PSC അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, തുടർച്ചയായി ചോദ്യങ്ങൾ ഒഴിവാക്കുന്ന സാഹചര്യം ആവർത്തിക്കരുതെന്ന് ചോദ്യകർത്താക്കൾക്ക് PSC നിർദ്ദേശം നൽകിയതായി PSC അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ PSCയിലെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്, ചോദ്യകർത്താക്കൾക്ക് ഇനി ഇങ്ങനെ ഇത്രയും തുടർച്ചയായിട്ട് ഇങ്ങനെ ഡിലീഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല, കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടണമെന്നാണ് PSC വ്യക്തമാക്കിയിട്ടുള്ളത്. അധികൃതർ ചോദ്യകർത്താക്കൾക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്ലിയർ ആയ പിന്നെ തെറ്റായ ചോദ്യം തയ്യാറാക്കിയതിൻ്റെ പേരിൽ മുൻപും പലപ്പോഴും PSC പാനലിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയിലെ സുരക്ഷിതത്വം മുൻനിർത്തി ചോദ്യം തയ്യാറാക്കുന്ന രീതി പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയില്ലെങ്കിലും തെറ്റുകൾ പരമാവധി ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുമെന്നാണ് PSC അധികൃതർ നൽകുന്ന ഉറപ്പ്. അപ്പം മാക്സിമം ഡിലീഷൻ കുറയ്ക്കാനാണ് ഇനി PSC നോക്കുന്നത്. അപ്പം എന്തിരുന്നാലും നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇത് കിട്ടണം. ഇങ്ങനെ ഇത്രയും, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോലും 16ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിലീഷൻ വന്നിരിക്കുന്നത് PSCയുടെ ചരിത്രത്തിൽ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിലീഷൻ വരുവാണെങ്കിൽ നമ്മൾ പഠിക്കുന്നതിനൊക്കെ ഒരു PSCയുടെ ഒരു വിശ്വസ്തതയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ PSC ഇടപെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഡിലീഷൻ വളരെയധികം കുറയ്ക്കാൻ PSC ശ്രമിക്കുമെന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പല കൂട്ടുകാരും നമുക്കൊരു അപ്ഡേറ്റ് ചോദിക്കുന്നതാണ്, രജിസ്റ്റർ നമ്പർ തെറ്റിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കോളം കറപ്പിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതെന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് വ്യക്തമായിട്ട് ഇന്നത്തെ തൊഴിൽ വീതിയിൽ പറഞ്ഞിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ പോലും തെറ്റിച്ച് ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾ കേട്ടോ. അപ്പോൾ രജിസ്റ്റർ നമ്പർ തെറ്റിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 58 ഉത്തരക്കടലാസുകൾ അസാധുവായിട്ടുണ്ട്. 58 ഉത്തരക്കടലാസുകൾ അസാധുവായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അസാധു തദ്ദേശ സെക്രട്ടറി തസ്തികയിലാണ്. അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ബേസിലാണ് ഇവർ പറയുന്നതെങ്കിലും നമ്മുടെ എല്ലാ PSC എക്സാംസിലും രജിസ്റ്റർ നമ്പർ തെറ്റിച്ചാലുള്ള ഇഷ്യൂസാണ് പറയുന്നത്. അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഉത്തരക്കടലാസ് അസാധുവായവർ, അതായത് രജിസ്റ്റർ നമ്പർ തെറ്റി എഴുതി അല്ലെങ്കിൽ ബബിൾ ചെയ്തവർ 31 പേര് കേട്ടോ. അതുപോലെ തന്നെ അനുവദിച്ച സീറ്റിൽ പരീക്ഷ എഴുതാത്തത് 9 പേര്. അപ്പോൾ ഒറ്റ ഉത്തരം എഴുതിയില്ലാത്തത് 9 പേര്. അതുപോലെ തന്നെ ബാർകോഡ് വികൃതമാക്കിയത് 8 പേര്. നിരോധിത ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചത് ഒരാൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ 58 ഉത്തരക്കടലാസുകളാണ് അസാധുവായിട്ട് വന്നത്. അപ്പം നമുക്കറിയാം ഇനി വരുന്ന എക്സാംസിനൊക്കെ ആണെങ്കിലും രജിസ്റ്റർ നമ്പറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കറപ്പിക്കണം. ടെൻഷൻ അടിച്ചൊന്നും അത് മിസ്റ്റേക്ക് വരുത്തില്ല. അപ്പോൾ അവർ മാക്സിമം ആൾക്കാരെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ല, 58 ഉത്തരക്കടലാസുകൾ അസാധുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ കറപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ എഴുതുമ്പോഴും ഒക്കെ കറക്റ്റായിട്ട് തന്നെ എഴുതാൻ ഇനിയുള്ള പരീക്ഷകളിൽ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം അല്ലെങ്കിൽ ഇവർ ഒഴിവാക്കുമെന്നാണ് ഈ ഒരു ന്യൂസ് കൊണ്ട് സൂചന നൽകുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 17-ാം തീയതി നടക്കുന്ന നമ്മുടെ LDC കൊല്ലം, കണ്ണൂർ ജില്ലകളിലെ 650ഓളം പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. 650ഓളം പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. 17-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരീക്ഷ. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ അപ്ഡേറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:30, അതായത് 1:30 ശേഷം 1 മിനിറ്റ് വൈകിയാൽ പോലും പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് PSC പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, 1:30 ശേഷം 1 മിനിറ്റ് വൈകിയാൽ പോലും പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കില്ല. അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമാണ്. അഡ്മിഷൻ ടിക്കറ്റിനോടൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കണം കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് 17-ാം തീയതി നടക്കുന്ന എക്സാമിന് 1:30 മുമ്പ് തന്നെ എക്സാം ഹാളിൽ എത്തി കാര്യങ്ങളെല്ലാം ചെയ്യുക. 1:30 ശേഷം 1:30 ശേഷം 1 മിനിറ്റ് വൈകിയാൽ പോലും അവർ എക്സാം ഹാളിൽ കയറ്റില്ല എന്നാണ് കർശന നടപടിയാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം പല കൂട്ടുകാർക്കും കൊല്ലം ജില്ലയിൽ പരീക്ഷ എഴുതുന്ന പല കൂട്ടുകാരും തിരുവനന്തപുരത്തും ആലപ്പുഴ ജില്ലയിലൊക്കെയാണ് അവരുടെ സെൻറ്റർ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ല പരീക്ഷ എഴുതുന്നവർക്ക് കോഴിക്കോടും കാസർഗോഡ് ജില്ലകളിലൊക്കെയാണ്, തൊട്ടടുത്ത ജില്ലകളിലൊക്കെയാണ് സെൻറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ദൂരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ എക്സാമിൻ്റെ അന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ എക്സാം സെൻറ്ററിൽ രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിവതും നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ്. അതായത് ജല അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റ് കേട്ടോ. വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള 4 സാധ്യതാ ലിസ്റ്റുകളാണ്.
4 സാധ്യതാ ലിസ്റ്റുകൾ ഉടനെ PSC പ്രസിദ്ധീകരിക്കുവേ. ജല അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെ 4 തസ്തികയിൽ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ ഇല്ലല്ലോ, അതിനകത്ത് പറഞ്ഞ അപ്ഡേറ്റ് തന്നെ CPO, പോലീസ് ഡ്രൈവർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അങ്ങനെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട 14 തസ്തികയിലെ ഷോർട്ട് ലിസ്റ്റ്. പോലീസ് വകുപ്പിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉൾപ്പെടെ 14 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചു കേട്ടോ. അതിൻ്റെ ഒരു അപ്ഡേറ്റോടെ വന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ PSCയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റുകളായിട്ട് വന്നത്. അപ്പം ഇത്രയും ഒരു രജിസ്റ്റർ നമ്പറിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്തത്. അപ്പം ഇനിയുള്ള പരീക്ഷയ്ക്ക് നമ്മൾ മാക്സിമം രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം ഇന്നത്തെ ആ അപ്ഡേറ്റ് തന്നെ കണ്ടില്ലേ, ന്യൂസിൽ തന്നെ കണ്ടില്ലേ, 58ഓളം ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ അസാധുവായി പോയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയാണ്. അപ്പോൾ ബാക്കിയുള്ള പരീക്ഷയുടെയൊക്കെ ആണെങ്കിലും ഇതേ സെയിം പാറ്റേൺ ആയിരിക്കുമല്ലോ. മാക്സിമം നിങ്ങൾ രജിസ്റ്റർ നമ്പർ കാര്യങ്ങൾ, പിന്നെ മാക്സിമം രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അനുവദിച്ച സീറ്റിൽ തന്നെ പരീക്ഷ അതെന്തായാലും നമ്മൾ അതിനകത്തിരിക്കുന്ന ടീച്ചർ കറക്റ്റായിട്ട് ചെയ്യുമല്ലോ. പിന്നെ ഒറ്റ ഉത്തരം എഴുതിയില്ല, പിന്നെ ബാർകോഡ് വികൃതമാക്കിയെന്ന് പറഞ്ഞു. ബാർകോഡ് വികൃതമാക്കിയാലും അസാധുവായി പോയി. അപ്പം ബാർകോഡൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതൊന്നും നശിപ്പിക്കാതെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയോടും കൃത്യനിഷ്ഠയോടും ചെയ്യാൻ ശ്രമിക്കുക. ബാർകോഡും വികൃതമാക്കിയാൽ തന്നെ അത് അസാധുവാകുമെന്നാണ് PSC പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ ക്ലാസ്സസിനുമായിട്ടൊക്കെ നമ്മുടെ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കാൻ മാക്സിമം നിങ്ങളൊന്ന് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ LDCയുടെ റിവിഷൻ സീരീസ് ക്ലാസ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിഷൻ LDC 2024 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ LDCയുടെ റിവിഷൻ സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കെമിസ്ട്രിയുടെ 8, 9, 10 SCRT ടെസ്റ്റ് ബേസ് ചെയ്തുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയർ സീരീസിൻ്റെ എല്ലാം ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയർ സീരീസാണ് ഇന്ന്. ഓരോ ടോപ്പിക്കും അനുസരിച്ചുള്ള കറണ്ട് അഫയർ സീരീസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ കറണ്ട് അഫയർ സീരീസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഓരോ ടോപ്പിക്കും എല്ലാ ടോപ്പിക്കും ഒട്ടുമിക്ക ഇനി വരുന്ന LDC എക്സാമിന് ചോദിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ ടോപ്പിക്കുകളും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ LDC കറണ്ട് അഫയർ സീരീസ് എന്നാണ് അത് പറഞ്ഞത്. കറണ്ട് അഫയർ സീരീസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റും അതുപോലെ തന്നെ മിഷൻ LDC 2024 പ്ലേലിസ്റ്റും മാക്സിമം LDC എഴുതുന്ന കൂട്ടുകാർ കണ്ടിട്ടേ പോകാവൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയത്. മാക്സിമം നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയും നമ്മൾ LDC റിവിഷൻ സീരീസ് ചെയ്യുന്നതാണ്. ഇന്ന് തന്നെ നമ്മൾ ഓരോ ക്ലാസ് ഇടുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് മെയിനായിട്ട് വീഡിയോ ചെയ്തത് അപ്ഡേറ്റുകൾ പറയാനാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അതിനകത്തോടെ ഒന്ന് മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പം അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നതാണ്. അപ്പം താങ്ക് യു ഓൾ.